ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വെരാന്ത റൈസിൻ്റെ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റെനിൽ രാജു. ഞാൻ എടുക്കാൻ പോകുന്ന വിഷയമെന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. നമുക്കറിയാം നമ്മുടെ PSCയുടെ സിലബസ് ഒക്കെ മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ പാറ്റേൺ ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ പുതിയ പാറ്റേണിൽ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിനെയും അതല്ലാതെ വരുന്ന ട്രിക്കി ക്വസ്റ്റ്യൻസിനെയും ഒക്കെ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നുള്ളതായിരിക്കും ഞാൻ എടുക്കുക. അപ്പം നമ്മുടെ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് PSC, SSC, ബാങ്ക് തുടങ്ങിയ മത്സര പരീക്ഷകളിൽ എന്തെങ്കിലും സംശയമുണ്ട് എങ്കിൽ ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന പക്ഷം ഞങ്ങളുടെ എക്സ്പേർട്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്ത് നിങ്ങളെ സംശയ ദൂരീകരണത്തിന് അവസരം തരുന്നതായിരിക്കും. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്, ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് ഹിസ്റ്ററിയിലെ ഫസ്റ്റ് ടോപ്പിക്കാണ്. നമ്മുടെ കേരള ഹിസ്റ്ററിയിലെ ഫസ്റ്റ് ടോപ്പിക്കായിട്ട് കൊടുത്തിട്ടുള്ള അറൈവൽ ഓഫ് യൂറോപ്യൻസ് ആണ് ഫോർ കേരള PSC. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, നമുക്കറിയാം കേരള ഹിസ്റ്ററി എന്ന് പറയുന്നത് കേരള PSCക്ക് വളരെ ഇഷ്ടമുള്ളൊരു മേഖലയാണ്. അതിൽ നിന്നുള്ള ആദ്യത്തെ ചോദ്യമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്കറിയാം പുതിയ മോഡലുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1 ഇങ്ങനെയാണ് വരുന്നത്: താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓക്കെ, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. നമ്മൾ PSCയുടെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എഴുതുമ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട 3 വാക്കുകളുണ്ട്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട 3 വാക്കുകൾ: 1 ശരിയായ, 2 ശരിയല്ലാത്ത, 3 തെറ്റായ. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒന്നുകിൽ താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്നായിരിക്കും ചോദ്യത്തിൽ വരിക. അതല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയല്ലാത്ത പ്രസ്താവന ഏത് എന്നായിരിക്കും ചോദ്യത്തിൽ വരിക. അതല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്നായിരിക്കും ചോദ്യത്തിൽ വരിക. അപ്പൊ ചോദ്യത്തിൽ എന്താണ്? ഇതൊരു കീ വേർഡാണ്. ഓക്കെ, നമ്മുടെ ചോദ്യത്തെ ഡിനോട്ട് ചെയ്യുന്ന കീ വേർഡാണ്. ഈ കീ വേർഡ് എന്ത് ചെയ്യണം? നമ്മൾ മാർക്ക് ചെയ്തിട്ട് തന്നെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. ഓക്കെ, നമ്മൾ ഈ PSC എക്സ്പേർട്സ് അല്ല, സ്ഥിരമായിട്ട് PSC എഴുതി അതിൻ്റെ ഒരു പദം വരാത്ത ആൾക്കാരാണ് എങ്കിൽ, നിങ്ങളൊരു ബിഗിനർ ആണ്, അല്ലെങ്കിൽ PSC പഠിച്ച് അല്ലെങ്കിൽ PSC എഴുതി തുടങ്ങുന്ന ആൾക്കാരാണെങ്കിൽ ചെയ്യേണ്ടത് എന്ത് ചെയ്യുക? ഈ വേർഡ് കൃത്യമായിട്ട് മാർക്ക് ചെയ്യണം. ശരിയായത് എന്നാണോ, ശരിയല്ലാത്തത് എന്നാണോ, തെറ്റായത് എന്നാണോ തുടങ്ങിയ എന്ത് വേർഡാണ് PSC യൂസ് ചെയ്യുന്നത് അത് കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഓക്കെ, യെസ്. അപ്പം നമ്മുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, ഈ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. യെസ്. അപ്പൊ നമ്മുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വരുന്നത് കച്ചവട ആവശ്യങ്ങൾക്കായി കേരളത്തിലെത്തിയ ആദ്യത്തെ ബ്രിട്ടീഷുകാരൻ ക്യാപ്റ്റൻ റാൽഫ് ഫിച്ച് ആണ്. ഓക്കെ, കച്ചവട ആവശ്യങ്ങൾക്കായി കേരളത്തിലെത്തിയ ആദ്യത്തെ ബ്രിട്ടീഷുകാരൻ ക്യാപ്റ്റൻ റാൽഫ് ഫിച്ച് ആണ് എന്നതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് വരുന്നത് ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട യൂറോപ്യൻ കോട്ട മാനുവൽ കോട്ടയാണ്. ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട യൂറോപ്യൻ കോട്ട മാനുവൽ കോട്ടയാണ്. മൂന്നാമതായിട്ട് വരുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ കോട്ട വില്യം കോട്ടയാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ കോട്ട വില്യം കോട്ടയാണ്. ഓക്കെ, 3 സ്റ്റേറ്റ്മെന്റുകളാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റേറ്റ്മെന്റുകൾ ഒന്നുകൂടെ വായിക്കാം. കച്ചവട ആവശ്യങ്ങൾക്കായി കേരളത്തിലെത്തിയ ആദ്യത്തെ ബ്രിട്ടീഷുകാരൻ ക്യാപ്റ്റൻ റാൽഫ് ഫിച്ച് ആണ്. ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട യൂറോപ്യൻ കോട്ട മാനുവൽ കോട്ടയാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോട്ട വില്യം കോട്ടയാണ്. നമുക്കതിന്റെ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ വരുന്നത് A 1 മാത്രം, B 2 മാത്രം, C 3 മാത്രം, D എല്ലാം ശരിയാണ്. ഓക്കെ, നിങ്ങൾ പുതിയ PSCയുടെ പാറ്റേൺ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെയാണ് ഓപ്ഷൻസ് വരിക. നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം നോക്കിക്കേ. കച്ചവട ആവശ്യങ്ങൾക്കായി കേരളത്തിലെത്തിയ ആദ്യത്തെ ബ്രിട്ടീഷുകാരൻ ക്യാപ്റ്റൻ റാൽഫ് ഫിച്ച് ആണ്. നമുക്കറിയാം 1585 അന്നത്തെ മുഗൾ ചക്രവർത്തിയായ അക്ബറുടെ സദസ്സിൽ, ഓക്കെ, 1585 അന്നത്തെ മുഗൾ ചക്രവർത്തിയായ അക്ബറുടെ സദസ്സിലെത്തിയ ആദ്യത്തെ ബ്രിട്ടീഷുകാരൻ, ഇന്ത്യ ചരിത്രത്തിൽ ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ബ്രിട്ടീഷുകാരനാണ് ക്യാപ്റ്റൻ റാൽഫ് ഫിച്ച്. അതിൽ ആർക്കും സംശയമൊന്നുമില്ലല്ലോ. ക്യാപ്റ്റൻ റാൽഫ് ഫിച്ച് ഇന്ത്യയിലെത്തിയ ആദ്യത്തെ ബ്രിട്ടീഷുകാരനാണ് ക്യാപ്റ്റൻ റാൽഫ് ഫിച്ച്. അതുകൊണ്ടാണ് ക്യാപ്റ്റൻ റാൽഫ് ഫിച്ചിനെ നമ്മൾ മാർഗദർശിയായ ബ്രിട്ടീഷുകാരൻ, ഓക്കെ, എന്താണ് വിളിക്കുന്നത്? മാർഗദർശിയായ ബ്രിട്ടീഷുകാരൻ, അല്ലെങ്കിൽ പയനിയർ ബ്രിട്ടീഷ്മാൻ. ഓക്കെ, പയനിയർ ബ്രിട്ടീഷ്മാൻ അല്ലെങ്കിൽ മാർഗദർശിയായ ബ്രിട്ടീഷുകാരൻ എന്ന് വിളിക്കപ്പെടുന്ന വ്യക്തി ക്യാപ്റ്റൻ റാൽഫ് ഫിച്ച് ആണ്. 1585 അക്ബറുടെ സദസ്സിലെത്തിയ ക്യാപ്റ്റൻ റാൽഫ് ഫിച്ച് 1593 ഓക്കെ 1593 കേരളത്തിലും എത്തി. 1585 അക്ബറുടെ സദസ്സിലെത്തിയ ക്യാപ്റ്റൻ റാൽഫ് ഫിച്ച് 1593 കേരളത്തിലും എത്തി.
പക്ഷേ നമ്മൾ ഓർക്കേണ്ട വലിയൊരു കാര്യമുണ്ട്. ക്യാപ്റ്റൻ റാൽഫ് ഫിച്ച് ഒരു കച്ചവടക്കാരനായിരുന്നില്ല, അദ്ദേഹം ഒരു സഞ്ചാരിയായിരുന്നു. അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നത് കച്ചവട ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ലായിരുന്നു. എന്താണ് അദ്ദേഹത്തിൻ്റെ സഞ്ചാരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കാണ് അദ്ദേഹം ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ വന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് സ്റ്റേറ്റ്മെന്റ് 1 തെറ്റാണ്. കാരണം കച്ചവട ആവശ്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിലെത്തിയ വ്യക്തി കച്ചവട ആവശ്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിലെത്തിയ ആദ്യത്തെ ബ്രിട്ടീഷുകാരൻ AD 1608 ജഹാംഗീർ ചക്രവർത്തിയുടെ സദസ്സിലെത്തിയ ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് ആണ്. ഓക്കെ, കച്ചവട ആവശ്യങ്ങൾക്കായി ആദ്യമായി ഇന്ത്യയിലെത്തിയ ബ്രിട്ടീഷുകാരനായ വ്യക്തി AD 1608 ജഹാംഗീർ ചക്രവർത്തിയുടെ സദസ്സിലെത്തിയ ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് ആണ്. ഒരു പോയിന്റ് ശ്രദ്ധിക്കേണ്ട കാര്യം, കച്ചവട ആവശ്യങ്ങൾക്കായി കേരളത്തിലെത്തിയ ആദ്യത്തെ വ്യക്തി AD 1616 കോഴിക്കോട് വന്ന ക്യാപ്റ്റൻ കീലിംഗ് ആണ്. ഓക്കെ, ക്യാപ്റ്റൻ കീലിംഗ് ആണ്. AD 1616 കോഴിക്കോട് എത്തിയ ക്യാപ്റ്റൻ കീലിംഗ് ആണ് കച്ചവട ആവശ്യങ്ങൾക്കായി കേരളത്തിലെത്തിയ ആദ്യത്തെ ബ്രിട്ടീഷുകാരൻ. അപ്പൊ നമുക്ക് മനസ്സിലായി സ്റ്റേറ്റ്മെന്റ് 1 ശരിയല്ല, അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 തെറ്റാകുമ്പോൾ നമുക്ക് എത്ര ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും? ഓപ്ഷൻ എ ഉള്ളിയും പറ്റും, ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ഈ 2 ഓപ്ഷൻസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും, ഇത് രണ്ടും നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുന്നു. ക്യാപ്റ്റൻ റാൽഫ് ഫിച്ചിനെ കുറിച്ച് പറയുമ്പോൾ ഒരു റയർ ഫാക്ട് കുറിച്ച് വെച്ചോളൂ. വില്യം ഷേക്സ്പിയറുടെ പ്രശസ്തമായ നാടകമാണ് മാക്ബത്ത്. ഓക്കെ, വില്യം ഷേക്സ്പിയറുടെ പ്രശസ്തമായ മാക്ബത്ത് എന്ന നാടകത്തിൽ പേരെടുത്ത് പരാമർശിക്കുന്ന സഞ്ചാരിയാണ് ക്യാപ്റ്റൻ റാൽഫ് ഫിച്ച്. റാൽഫ് ഫിച്ചിന്റെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ കപ്പലായ ടൈഗർ, ഓക്കെ, ക്യാപ്റ്റൻ റാൽഫ് ഫിച്ചിന്റെ കപ്പലിന്റെ പേരാണ് ടൈഗർ. അപ്പൊ ക്യാപ്റ്റൻ റാൽഫ് ഫിച്ചിനെയും അദ്ദേഹത്തിന്റെ കപ്പലായ ടൈഗറിനെയും പേരെടുത്ത് പരാമർശിക്കുന്നുണ്ട് വില്യം ഷേക്സ്പിയറുടെ മാക്ബത്ത് എന്ന നാടകത്തിൽ എന്ന് കൂടി ഓർത്ത് വെക്കുക. രണ്ടാമത്തെ ചോദ്യം അല്ലെങ്കിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് വരിക, ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട യൂറോപ്യൻ കോട്ടയാണ് മാനുവൽ കോട്ട. ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട യൂറോപ്യൻ കോട്ടയാണ് മാനുവൽ കോട്ട. യെസ്, നമുക്കതിലേക്ക് വരാം. നമുക്കറിയാം AD 1498 സാവോ റാഫേൽ സാവോ ബൊറിയോ, ഓക്കെ, അല്ലെങ്കിൽ സെന്റ് ഗബ്രിയേൽ, സെന്റ് റാഫേൽ, സെയിന്റ് ബൊറിയോ എന്നീ 3 കപ്പലുകളിലായിട്ട് വാസ്കോഡ ഗാമയുടെ നേതൃത്വത്തിൽ ഒരു പോർച്ചുഗീസ് വ്യൂഹം ഇന്ത്യയിലേക്ക് വരികയുണ്ടായി. ഓക്കെ, അവർ കോഴിക്കോട് വരികയും സാമൂതിരിയെ കാണുകയും കച്ചവട ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുകയും എന്നാൽ അത് നടക്കാതെ വരികയും ഒക്കെ ചെയ്ത കഥ നമുക്കറിയാം. പക്ഷെ എന്താണ് പിന്നീട് അങ്ങോട്ട് വാസ്കോഡ ഗാമ തിരിച്ചു പോയെങ്കിലും ഒന്നിനു പുറകെ ഒന്നായിട്ട് പോർച്ചുഗീസ് സംഘങ്ങൾ ഇന്ത്യയിലേക്ക് പോർച്ചുഗീസ് സംഘങ്ങൾ ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. അതിൽ AD 1503 ഇന്ത്യയിലേക്ക് വന്ന പോർച്ചുഗീസ് സൈനിക മേധാവിയായിരുന്നു അൽഫോൺസോ ദെ അൽബുക്കർക്ക്. ഓക്കെ, AD 1503 ഇന്ത്യയിൽ വന്ന പോർച്ചുഗീസ് സൈനിക മേധാവിയായിരുന്നു അൽഫോൺസോ ദെ അൽബുക്കർക്ക്. അപ്പൊ ഈ അൽഫോൺസോ ദെ അൽബുക്കർക്ക് ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് നമ്മുടെ കേരളത്തിലാണ് അദ്ദേഹം വന്നത്. കേരളത്തിലേക്ക് വന്ന് അൽബുക്കർക്ക് കൊച്ചിയുമായിട്ട് ചില സഖ്യങ്ങളൊക്കെ ഉണ്ടാക്കി. ഓക്കെ, അൽഫോൺസോ ദെ അൽബുക്കർക്ക് കൊച്ചിയുമായി ചില സഖ്യങ്ങളൊക്കെ ഉണ്ടാക്കി. അപ്പൊ നോക്കുമ്പം നമ്മുടെ കൊച്ചി രാജാവും സാമൂതിരിയും തമ്മിൽ എന്നും വഴക്കാണ്. മാത്രമല്ല ഈ സാമൂതിരി എന്ത് ചെയ്യാണ്, കൊച്ചി രാജാവിന്റെ കുറെ സ്ഥലം യുദ്ധത്തിലൂടെ പിടിച്ചു വെച്ചിട്ടുണ്ട്, തെരുവിലാന്നും പറഞ്ഞ് പിടിച്ചു വെച്ചിട്ടുണ്ട് കൊച്ചി രാജാവിന്റെ കുറെ സ്ഥലം. ഇതറിഞ്ഞ അൽബുക്കർക്ക് എന്ത് ചെയ്തു? അൽബുക്കർക്കും സംഘവും വലിയ തോക്കുകളും പീരങ്കികളും ഒക്കെ ആയിട്ട് എന്ത് ചെയ്തു? കൊച്ചി രാജാവിന് വേണ്ടിയിട്ട് സാമൂതിരിയെ ആക്രമിച്ച് സാമൂതിരിയുടെ നഷ്ടമായ സ്ഥലം മുഴുവൻ ഇങ്ങ് പിടിച്ചെടുത്തു. കൊച്ചി രാജാവിന് വലിയ സന്തോഷമായി. അങ്ങനെ കൊച്ചി രാജാവ് നമ്മുടെ അൽഫോൺസോ ദി അൽബുക്കർക്കിന് AD 1503 ഒരു കോട്ട കെട്ടുവാൻ അനുമതി കൊടുത്തു. AD 1503 ഒരു കോട്ട കെട്ടുവാൻ അൽഫോൺസോ ദി അൽബുക്കർക്കിന് കൊച്ചി രാജാവ് അനുമതി കൊടുത്തു. എവിടെയാ അനുമതി കൊടുത്തത്? അത് അനുമതി കൊടുത്തത് പള്ളിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ്. പള്ളിപ്പുറം, ഓക്കെ, കൊച്ചിയിലെ വൈപ്പിൻ ദ്വീപിലുള്ള പള്ളിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കോട്ട കെട്ടുവാൻ അനുമതി കൊടുത്തു. ഈ കോട്ടയാണ് മക്കളെ ചരിത്രത്തില് ആയിക്കോട്ട, വൈപ്പിൻ കോട്ട, പള്ളിപ്പുറം കോട്ട, അതുമല്ലെങ്കിൽ മാനുവൽ കോട്ട എന്നറിയപ്പെടുന്നത്. പോർച്ചുഗീസുകാർ ഒരു കോട്ടയൊക്കെ നിർമ്മിച്ചപ്പം ആ കോട്ടയ്ക്ക് അവരുടെ രാജാവായ, അന്നത്തെ പോർച്ചുഗലിന്റെ രാജാവായ മാനുവൽ രാജാവിന്റെ പേര് തന്നെ അങ്ങോട്ട് കൊടുത്തു.
ഓക്കെ, അങ്ങനെ എന്ത് സംഭവിച്ചു? ആയിക്കോട്ട, പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട എന്നൊക്കെ അറിയപ്പെടുന്ന കോട്ട പിന്നീട് എന്തായി? മാനുവൽ കോട്ട എന്നുകൂടി അറിയപ്പെട്ടു. യെസ്, അപ്പം ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു പോർച്ചുഗീസുകാർ നിർമ്മിച്ച, ഇന്ത്യയിൽ ആദ്യമായിട്ട് പോർച്ചുഗീസുകാര് അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ ശക്തി AD 1503 ഒരു കോട്ട നിർമ്മിക്കുന്നു. ആ കോട്ടയുടെ പേര് മാനുവൽ കോട്ട എന്നാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ തന്നെ നമുക്ക് ഉത്തരം കിട്ടി. കാരണം എന്താണ്? ഈ C3 മാത്രം എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ആ ഓപ്ഷൻ വളരെ എളുപ്പത്തിൽ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്താണ്, നമ്മൾ അതിലേക്ക് പോകുന്നില്ല. രണ്ടാമത്തെ ശരിയാണ്. പക്ഷെ എന്താണ്, നമുക്ക് മൂന്നാമത്തതും നോക്കണം. മൂന്നാമത്തതും നമ്മൾ എന്ത് ചെയ്യണം? നോക്കേണ്ടതായിട്ടുണ്ട്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോട്ട വില്യം കോട്ടയാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോട്ട വില്യം കോട്ടയാണ് എന്നാണ് പറയുന്നത്. എവിടെയാണ് വില്യം കോട്ട? വില്യം കോട്ട കൽക്കട്ടയിലാണ്. വില്യം കോട്ട കൽക്കട്ടയിലാണ്. 1756 ജൂൺ 20-ാം തീയതി 1756 ജൂൺ 20-ാം തീയതി നടന്ന ഒരു കുപ്രസിദ്ധമായ സംഭവത്തിന് പേരുകേട്ട സ്ഥലമാണ് വില്യം കോട്ട. ഏതാണ് ആ സംഭവം? 1756 ജൂൺ 20-ാം തീയതി നടന്നത്. അതെ, ആ സംഭവത്തിന്റെ പേര് ബ്ലാക്ക് ഹോൾ ട്രാജഡി. ബ്ലാക്ക് ഹോൾ ട്രാജഡി, ബ്ലാക്ക് ഹോൾ ട്രാജഡി അല്ലെങ്കിൽ ഇരുട്ടറ ദുരന്തം. ഇരുട്ടറ ദുരന്തം. എന്താണ് ഇരുട്ടറ ദുരന്തം? ബംഗാളിലെ യുവ നവാബായിരുന്ന ജനാബ് സിറാജുദ്ദൗള എന്ത് ചെയ്യാണ്? ഫോർട്ട് വില്യം ആക്രമിച്ച് അവിടെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ എല്ലാം തന്നെ ഈ ഫോർട്ട് വില്യത്തിന്റെ ഭൂമിയുടെ അടിയിലുള്ള ആയുധപ്പുരയിൽ പൂട്ടിയിട്ടു. അങ്ങനെ എന്ത് ചെയ്യാണ്? 100ഓളം വരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ ശ്വാസം കിട്ടാതെ ഈ ആയുധപ്പുരയിൽ കിടന്ന് മരിച്ചു എന്നാണ് ചരിത്രം. അതിനെയാണ് നമ്മൾ ഇരുട്ടറ ദുരന്തം അല്ലെങ്കിൽ ബ്ലാക്ക് ഹോൾ ട്രാജഡി എന്ന് പറയുന്നത്. പക്ഷേ ഫോർട്ട് വില്യം അല്ല ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോട്ട. ഫോർട്ട് വില്യം അല്ല ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോട്ട. എന്റെ ചോദ്യം എന്താണ്? ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോട്ട 1639 തുടങ്ങി 1644 അത് അവസാനിച്ചു. ഒരു കോട്ടയുടെ നിർമ്മാണം അവര് 1639 തുടങ്ങിയത്. അത് 1644 ആ കോട്ടയുടെ പണി തീർന്നത്. ഞാനൊരു ക്ലൂ തരാം. ആ കോട്ട ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. ആ കോട്ട ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. ഇന്നും തമിഴ്നാട് സംസ്ഥാനത്തിന്റെ നിയമസഭ പ്രവർത്തിക്കുന്നത് ആ കോട്ടയിലാണ്. ഏതാണ്ട് എത്രയായി? 400 വർഷത്തോടടുത്തായിട്ടുള്ള ആ കോട്ടയിലാണ് ഇന്നും തമിഴ്നാട് നിയമസഭാ മന്ദിരം പ്രവർത്തിക്കുന്നത്. ആ കോട്ടയുടെ പേര് ഫോർട്ട് സെന്റ് ജോർജ് എന്നാണ്. ഫോർട്ട് സെന്റ് ജോർജ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോട്ട തമിഴ്നാട് നിയമസഭാ മണ്ഡലം ഫോർട്ട് സെന്റ് ജോർജ് എന്നാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോട്ട, തമിഴ്നാട് നിയമസഭയുടെ ആസ്ഥാനം തുടങ്ങി അനവധി പ്രത്യേകതകൾ ഫോർട്ട് സെന്റ് ജോർജിനുണ്ട്. അപ്പം ഫോർട്ട് സെന്റ് ജോർജ് ഓർത്തു വെക്കുക. ഫോർട്ട് സെന്റ് ജോർജിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പറയേണ്ട മറ്റൊരു പേരാണ്. ആരുടെ നേതൃത്വത്തിലാണ് ഫോർട്ട് സെന്റ് ജോർജ് പണി കഴിപ്പിച്ചത്? ഇദ്ദേഹം തന്നെയാണ്. ഈ ഫോർട്ട് സെന്റ് ജോർജിന്റെ ശില്പിയെ തന്നെയാണ് നമ്മൾ ചരിത്രത്തില് മദ്രാസ് നഗരത്തിന്റെ ശില്പി അല്ലെങ്കിൽ ഫാദർ ഓഫ് മദ്രാസ് സിറ്റി എന്നും വിശേഷിപ്പിക്കുന്ന അദ്ദേഹത്തെ തന്നെയാണ്. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? മദ്രാസ് നഗരത്തിന്റെ ശില്പിയുടെ പേര് ഫ്രാൻസിസ് ഡേ. മദ്രാസ് നഗരത്തിന്റെ ശില്പിയുടെ പേര് ഫ്രാൻസിസ് ഡേ എന്നാണ്. ഇദ്ദേഹം തന്നെയാണ് ഫോർട്ട് സെന്റ് ജോർജ് നിർമ്മിക്കുവാനായിട്ട് വേണ്ട നടപടികൾ സ്വീകരിച്ചത്. മദ്രാസ് നഗരത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും മറന്നുപോകാൻ പാടില്ലാത്തൊരു വലിയ കാര്യമുണ്ട്. കഴിഞ്ഞ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പ്രിലിമിനറി പരീക്ഷയ്ക്ക് ഒരു ചോദ്യമായി തന്നെ ചോദിച്ച ചോദ്യമുണ്ട്. താഴെ തന്നിരിക്കുന്നവയിൽ ലോകത്തിലെ രണ്ടാമത്തതും ഏഷ്യയിലെ ആദ്യത്തതുമായ മുനിസിപ്പൽ കോർപ്പറേഷൻ. ലോകത്തിലെ രണ്ടാമത്തതും, അതായത് ലണ്ടൻ ആണ് ലോകത്തിലെ ആദ്യത്തെ മുനിസിപ്പൽ കോർപ്പറേഷൻ. അതിനുശേഷം ലണ്ടന് ശേഷം ലോകത്തിലെ രണ്ടാമത്തേതും ഏഷ്യയിലെ ആദ്യത്തേതുമായ മുനിസിപ്പൽ കോർപ്പറേഷന്റെ പേരെന്ത്? അത് നമ്മുടെ മദ്രാസ് ആണ്. അത് നമ്മുടെ മദ്രാസ് ആണ്. കിട്ടിയല്ലോ, പോയിന്റ് കിട്ടിയല്ലോ, സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ നമ്മുടെ ചോദ്യത്തിലേക്ക് വരിക. ഇത്രയും പോയിന്റ് നിങ്ങൾക്ക് കിട്ടിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾക്ക് ഇത് വളരെ എളുപ്പത്തിൽ ഉത്തരം പറയുവാൻ സാധിക്കും. അപ്പം ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ശ്രദ്ധിക്കൂ. എന്താണ്? ഇന്ത്യയിൽ ആദ്യമായി തുടങ്ങപ്പെട്ട യൂറോപ്യൻ കോട്ടയാണ് മാനുവൽ കോട്ട. അത് മാത്രമാണ് ശരി. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഈ മാനുവൽ കോട്ട തന്നെയാണ് എന്ത്? പള്ളിപ്പുറം കോട്ട, ആയിക്കോട്ട, വൈപ്പിൻ കോട്ട എന്നൊക്കെ അറിയപ്പെടുന്നത്. പള്ളിപ്പുറം കോട്ട, ആയിക്കോട്ട, വൈപ്പിൻ കോട്ട എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സംശയിച്ച് നിൽക്കരുത്. അത് മാനുവൽ കോട്ടയെ തന്നെയാണ് പറയുന്നത് എന്ന് ഓർത്ത് വെക്കുക. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യം ശരിയാക്കിയ സ്ഥിതിക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. യെസ്,
AD 1500 ചോദ്യം നമ്പർ 2. AD 1500 കേരളത്തിലെത്തിയ രണ്ടാം പോർച്ചുഗീസ് സംഘത്തെ നയിച്ചതാര്? AD 1500 കേരളത്തിലെത്തിയ രണ്ടാം പോർച്ചുഗീസ് സംഘത്തെ നയിച്ചതാര്? ഓപ്ഷൻ എ ഫ്രാൻസിസ്കോ ദി അൽമേദ, ഓപ്ഷൻ ബി അൽഫോൺസോ ദി അൽബുക്കർക്ക്, ഓപ്ഷൻ സി പെഡ്രോ അൽവാരസ് കെബ്രാൾ, ഓപ്ഷൻ ഡി നിക്കോള ഡി ക്യുൻഹ. ഓക്കെ, വളരെ ഒരു ഡയറക്റ്റ് ഹിറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഫ്രാൻസിസ്കോ ദി അൽമേദ. ആരാണ് ഈ ഫ്രാൻസിസ്കോ ദി അൽമേദ? യെസ്, നമുക്കറിയാം ആരാണ് ഈ ഫ്രാൻസിസ്കോ ദി അൽമേദ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോർച്ചുഗീസ് ഇന്ത്യയിലെ ഫസ്റ്റ് വൈസ്രോയ് ആണ്. ഓക്കെ, പോർച്ചുഗീസ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയ് അതാണ് ഫ്രാൻസിസ്കോ ദി അൽമേദ. ഓക്കെ, ആരാണ് ഈ അൽഫോൺസോ ദി അൽബുക്കർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അദ്ദേഹം പിന്നീട് വന്ന ഓക്കെ AD 1500 ഞാൻ പറഞ്ഞിരുന്നല്ലോ AD 1503 സൈന്യാധിപനായി വരികയും പിന്നീട് 1509 വൈസ്രോയ് ആയി വരികയും ചെയ്തു. ഓക്കെ, ഫ്രാൻസിസ്കോ ദി അൽമേദ വൈസ്രോയ് ആകുന്നത് 1505 ഓക്കെ, 1505 പോർച്ചുഗീസ് ഇന്ത്യയുടെ ആദ്യത്തെ വൈസ്രോയ് ആയ വ്യക്തിയുടെ പേര് ഫ്രാൻസിസ്കോ ദി അൽമേദ. 1509 ഓക്കെ, പോർച്ചുഗീസ് ഇന്ത്യയുടെ രണ്ടാമത്തെ വൈസ്രോയ് ആയ വ്യക്തിയുടെ പേര് അൽഫോൺസോ ദി അൽബുക്കർക്ക്. അതിനു മുമ്പ് തന്നെ AD 1503 തന്നെ എന്താണ് സേനാ നായകരായിട്ട് ഇന്ത്യയിലേക്ക് വന്നിട്ടുമുണ്ട്. ഓക്കെ, രണ്ടാമത്തെ വ്യക്തിയാണ്, മൂന്നാമതായിട്ട് നമ്മുടെ ഓപ്ഷനിൽ വരുന്ന ആളാണ് പെഡ്രോ അൽവാരസ് കെബ്രാൾ. AD 1500 ഓക്കെ, AD 1500 കേരളത്തിലേക്ക് എത്തിയ രണ്ടാം പോർച്ചുഗീസ് സംഘത്തെ നയിച്ചതാര് എന്ന ചോദ്യത്തിന്റെ ഉത്തരം പെഡ്രോ അൽവാരസ് കെബ്രാൾ. ഓക്കെ, AD 1500 കേരളത്തിലേക്ക് എത്തിയ രണ്ടാം പോർച്ചുഗീസ് സംഘത്തെ, ആദ്യ പോർച്ചുഗീസ് സംഘത്തെ വാസ്കോ ഡ ഗാമ നയിച്ചതുപോലെ രണ്ടാം പോർച്ചുഗീസ് സംഘത്തെ നയിച്ച വ്യക്തിയാണ് പെഡ്രോ അൽവാരസ് കെബ്രാൾ. കെബ്രാൾ ചരിത്രത്തിൽ മറ്റൊരു കാര്യത്തിന് വളരെ പ്രസിദ്ധനാണ്. എന്താണ്? ബ്രസീൽ എന്ന രാജ്യം കണ്ടുപിടിച്ച വ്യക്തി. ഓക്കെ, നമുക്കറിയാം നമ്മൾ ഫുട്ബോളിന്റെ ഒക്കെ സീസൺ ആയതുകൊണ്ട് വളരെയധികം പറഞ്ഞു കേട്ട പേരാണല്ലോ നമ്മുടെ ബ്രസീൽ. ഈ ബ്രസീൽ എന്ന രാജ്യം കണ്ടെത്തിയ വ്യക്തിയാണ് പെഡ്രോ അൽവാരസ് കെബ്രാൾ. മാത്രമല്ല കോഴിക്കോട് നഗരം ആക്രമിച്ച് തീയിട്ട് നശിപ്പിച്ചു. കോഴിക്കോട് നഗരം ആക്രമിച്ച് തീയിട്ട് നശിപ്പിച്ച പോർച്ചുഗീസ് സേനാ നായകൻ അല്ലെങ്കിൽ കപ്പിത്താൻ, അതുമല്ലെങ്കിൽ പോർച്ചുഗീസുകാരനായ വ്യക്തി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം പെഡ്രോ അൽവാരസ് കെബ്രാൾ ആണ് എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഈ രണ്ട് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കിയത്. നമ്മൾ ഈ ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് റിലേറ്റഡ് ഫാക്റ്റുകളും കൂടെ ഇതിനോട് ചേർത്ത് പഠിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളൊരു ക്ലാസ്സിൽ തന്നെ ഒരുപാട് ഫാക്ട്സ് തരുന്നത് അത്ര ഉചിതമല്ല എന്ന് തോന്നുന്നു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് 2 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത് എന്തിനാണ്? നമ്മുടെ ഒരു പുതിയൊരു സ്ട്രാറ്റജിയാണ്. നമ്മൾ ക്വസ്റ്റ്യൻസിലൂടെ തന്നെ കുറെ കാര്യങ്ങൾ പഠിക്കുക. നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ ഒരുപാട് അതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്റ്റുകൾ നമ്മൾ ഷെയർ ചെയ്തു. അതുപോലെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനിയും ഞാൻ എന്നും നിങ്ങളുടെ അടുത്തേക്ക് വരും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് ഫാക്റ്റുകൾ നമ്മൾ പരസ്പരം ഷെയർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ എന്നും കുറച്ച് സമയം നമ്മൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അപ്പം നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്കത് കമൻറ്റിൽ രേഖപ്പെടുത്താം. മാത്രമല്ല ഇപ്പോൾ നടന്ന ക്ലാസ്സിൻ്റെ PDF ഓക്കെ, ഈ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ PDF നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൂടി നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ട് ക്ലാസ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ തരുന്ന കണ്ടന്റിനെ കുറിച്ചോ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും ധൈര്യമായിട്ട് തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്